ദൈവനാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. ഇന്നത്തെ വചനചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ ഞാൻ നിങ്ങൾ വായിക്കും. നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചത്. യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല, ഇസ്മായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇടുക. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകും. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഇന്നത്തെ ആരാധനയിൽ വന്ന് സംബന്ധിപ്പാൻ ദൈവം ഇടയാക്കിയ ലോകത്ത് ദൈവത്തെ സ്തുതിക്കും. ഈ രാവിലെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ, നോമ്പ് കാലങ്ങളിൽ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ഈ ചാപ്പലിൽ വെച്ച് നോമ്പിൻ്റെ ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്. വന്നു ചേരുന്നവർക്ക് 7 മണിക്ക്, എല്ലാ ദിവസവും 7 മണിക്ക് 3/4 മണിക്കൂർ നേരം കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് എന്ന് ഇവിടെ സംബന്ധിക്കുന്നവർക്കറിയാം. അപ്പോൾ അങ്ങനെ ഈ നോമ്പ് കാലത്ത് കർത്താവിൻ്റെ ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇന്നത്തെ ചിന്താവിഷയം മനസാന്തരം എന്നുള്ളതാണ്. നാം വായിച്ചതായിട്ടുള്ള 2 ഭാഗങ്ങളിലും അതിനാധാരമായ ഒരു ഭാഗമാണ് നാം വായിച്ചത്. മനസാന്തരത്തിന് ആവശ്യമായിട്ടുള്ള 2-3 കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് വിശുദ്ധ ശുശ്രൂഷയിൽ നമ്മൾ പ്രവേശിക്കും. പ്രത്യേകിച്ചും ഈ പൗരസ്ത്യ സഭകൾ കർത്താവിൻ്റെ ക്രൂശുമായിട്ട് ബന്ധപ്പെട്ട്, പീഡാനുഭവവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ധ്യാന ശുശ്രൂഷകളൊക്കെ ഇടവുകളിലും ഭവനങ്ങളിലുമൊക്കെ നടത്തുന്നതായിട്ടുള്ള ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായിട്ടുള്ള അനുതാപത്തിൻ്റെയും യഥാർത്ഥമായിട്ടുള്ള ഒരു മനസ്താപത്തിൻ്റെയും ഒക്കെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ആയിത്തീരേണ്ടത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വരുന്നത് മനഃശാന്തരത്തിന് ഉള്ള ഒരു കാരണമാണ്. അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു വരിക. നമ്മുടെ ആരാധനയിൽ അനുതാപത്തിന്റെ സങ്കീർത്തനം നാം പറയും, 51-ാമത്തെ സങ്കീർത്തനം. അത് കഴിഞ്ഞ് അനുതാപത്തിന് 3 പ്രാർത്ഥനകൾ, അതിൽ ഏതെങ്കിലും ഒന്ന് ചൊല്ലുവാനായിട്ട് നമുക്ക് നമ്മുടെ ആരാധന ക്രമത്തിലുണ്ട്. ചില വിലക്കൻ സഭകൾ ചെയ്യുന്നത് പോലെ കുമ്പസാരത്തിനുള്ളതായ അവസരങ്ങൾ നമുക്കില്ല. എന്നാൽ നമ്മുടെ കുമ്പസാരം നമ്മുടെ ദൈവത്തോട് നേരിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഒരു പട്ടക്കാരൻ്റെയോ ഒരു പൗരോഹിത്യം കേൾക്കുന്നതായിട്ടുള്ള ആളുകളുടെയോ മാധ്യസ്ഥമൊന്നും ഇല്ലാതെ തന്നെ ദൈവത്തോട് നേരിട്ട് നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകളും ഏറ്റു പറയാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിലാണ് നാം ഓരോരുത്തരും. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ 50 ദിവസങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും
അനുതാപ ഹൃദയത്തോടെ, മനസ്താപത്തോടെ നമ്മുടെ കുറ്റബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിന്റെ അടുത്ത് വരുന്നത് മാനസാന്തരത്തിന്റെ അനുഭവത്തിന് കാരണമായിരിക്കും. അത് തന്നെയാണ് ഇവിടെ യോഹന്നാൻ സ്നാപകൻ ഈ 3-ാം അധ്യായത്തിൽ നാം വായിച്ചതായിട്ടുള്ള 19 പറയുന്നത് മാനസാന്തരത്തിന് യോഗ്യമായിട്ടുള്ള ഫലം കായ്പീൻ എന്നുള്ളത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം പരിശോധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദാനിയേലിന്റെ പ്രാർത്ഥന പ്രശസ്തവും പ്രസിദ്ധവുമായിട്ടുള്ള പ്രാർത്ഥന. ദാനിയേൽ ഭക്തനായ മനുഷ്യനായി. ദാനിയേല് വേറൊരാൾ കണ്ട സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നവനായി. ദാനിയേല് സിംഹക്കുഴിയിൽ കിടന്നിട്ട് അവിടുന്ന് സിംഹങ്ങൾ ഒരു ദോഷവും ചെയ്യാതെ ദാനിയേലിനെ മുകളിൽ കൊണ്ടുവന്നതായിട്ടുള്ള ദൈവത്തിന്റെ ഭക്തൻ. ദാനിയേല് സൗമ്യനായ മനുഷ്യൻ, ഹൃദയപ്രകാരമുള്ളതായ മനുഷ്യൻ. ദാനിയേൽ നല്ല ഒരു പുരുഷൻ. എന്നാൽ 9-ാം അധ്യായത്തിന്റെ ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ദാനിയേൽ വലിയ അനുതാപത്തിന്റെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചു. അത് ദാനിയേൽ പറയുന്നത് ആദ്യം എന്റെ പാപത്തിന് വേണ്ടി, എന്റെ ജനത്തിന്റെ ഇസ്രായേൽ ജനത്തിന്റെ പാപത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. അങ്ങനെ അപേക്ഷിച്ചതായിട്ടുള്ള സമയത്ത് ദൈവത്തിന്റെ ദൂതനായിട്ടുള്ള ഗബ്രിയേൽ ദാനിയേലിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കുന്നതായിട്ട് കാണും. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ ദിവസങ്ങളിലും, എല്ലാ നിമിഷങ്ങളിലും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നത്, മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ കൂടെ ജീവിക്കുന്നത്, അത് ഒരു ദിവസത്തെ മാത്രം ദിവസമല്ല, അല്ലെങ്കിൽ ഒരു ദിവസത്തെ മാത്രമുള്ള പ്രക്രിയയല്ല. രക്ഷിക്കപ്പെടുന്ന സമയത്തെ മാത്രമല്ല ഈ മാനസാന്തരത്തിന്റെ മനസ്താപത്തിന്റെ അനുഭവം. അത് തുടർമാനമായിട്ടുള്ള പ്രക്രിയയാണ്. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എല്ലാ ദിവസവും എല്ലാ നിമിഷവും ഉണ്ടാകേണ്ടതായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. 139-ാമത്തെ സംഘത്തിൽ ദാവീദ് പറയുന്നു, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വതമായ ഒരു മാർഗത്തിൽ എന്നെ നടത്തണമേ. അതുകൊണ്ട് നമ്മൾ കാണാത്തതും, നമ്മൾ സാധാരണ ചെക്ക് ചെയ്യാത്തതും, നമ്മൾ സാധാരണ പരിഗണിക്കാത്തതുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ പല ഏറിയായാലും നമ്മുടെ മാനസാന്തരം ആവശ്യമുണ്ട്. നമ്മൾ മോഷ്ടിക്കത്തില്ലായിരിക്കും, നമ്മൾ മദ്യപിക്കത്തില്ലായിരിക്കും, നമ്മൾ പുകവലിക്കാരായിരിക്കത്തില്ല, നമ്മൾ ആരെയും അടിക്കുകയോ നമ്മൾ ആരെയും കൊല്ലുകയോ ചെയ്യുന്നവരായിരിക്കത്തില്ല. പക്ഷേ അതിനേക്കാളൊക്കെയോ എത്രയോ വലുതായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ ഉരുത്തിരിയുന്നതായിട്ടുള്ള കുറവുകൾ, കുറ്റങ്ങൾ, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത്, മറ്റുള്ളവർക്കെതിരെ പരദൂഷണം പറയുന്നത്, മറ്റുള്ളവർക്കെതിരെ ഇല്ലായ്മ പറഞ്ഞു നടക്കുന്നത്, മറ്റുള്ളവർക്കെതിരെ കള്ളത്തരം പറയുന്നത്, അങ്ങനെയുള്ള നമ്മൾ ശ്രദ്ധിക്കാത്ത ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ മാനസാന്തരത്തിന് ആവശ്യമുണ്ട് എന്ന് ദൈവവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഭക്തനായ ദാവീദ്, ദൈവം ദാവീദിനെ പറ്റി പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ദാവീദിന്റെ ജീവിതത്തിൽ വന്നതായിട്ടുള്ള തെറ്റ് 2 ശമൂവേലിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു. നാഥാൻ പ്രവാചകൻ ചെന്ന് ദാവീദിനോട് ചെന്ന് അവന്റെ പാപങ്ങളെ പറ്റി ഓർപ്പിക്കുന്നു. ആ ഓർപ്പിച്ചതായിട്ടുള്ള സമയത്ത് ദാവീദ് പറയുന്നത്, അയ്യോ, ഞാൻ എന്റെ ദൈവത്തോട് പാപം ചെയ്തു. സ്വർഗം പോലെ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു അനുതാപം, സ്വർഗം പോലെ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ഒരു മനസ്താപം, അവന്റെ ജീവിതത്തിലെ ആ ഒരു ഓർപ്പിക്കൽ അവനെ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ കൊണ്ടുവരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തണമോ അതെല്ലാം മാറ്റം വരുത്തി ദാവീദ് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നീ നോക്കണമേ. എന്നെ ശോധന ചെയ്ത്, ദൈവമേ എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. ഉള്ളിനെ ശുദ്ധീകരിക്കുന്നതായിട്ടുള്ള സമയമാണ് മാനസാന്തരം. അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ മറ്റു ദിവസങ്ങളിലൊക്കെ നല്ല കളർ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഞായറാഴ്ച നമ്മൾ നല്ല വെള്ളയുള്ള വസ്ത്രം ധരിച്ച് പള്ളിയിൽ പോകുന്നതാണ്. അതാണോ നമ്മുടെ മാനസാന്തരം? ഞായറാഴ്ച ദിവസം, കുർബാനയുള്ള ദിവസം
വെള്ളയെ നമ്മൾ ഇടുകയുള്ളൂ. ഞായറാഴ്ച ആരാധനയ്ക്ക് വെള്ളയെ ഇടുകയുള്ളൂ. അതാണോ യഥാർത്ഥമായ മനസ്സാണ്? അല്ല. ദാവീദ് പറയും, ദൈവമേ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് എൻ്റെ നിലവുകളെ അറിയാം. നമ്മുടെ നിലവുകളും നമ്മുടെ ഉൾപ്പൂവുകളും നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളൊക്കെയും ശുദ്ധീകരിക്കുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള മനസ്സാണ്. ദാവീദ് തന്റെ കുറ്റം, തന്റെ തെറ്റ് നാഥാം പ്രവാചകൻ കൂടെ ഈ ദാവീദിനെ അറിയിച്ചതായിട്ടുള്ള സമയത്ത് അവന്റെ ഉള്ളത്തിന്റെ കുറ്റസമ്മത അറിയിച്ചു ദൈവത്തോട് കുറവുകളെ ഏറ്റു പറയുന്നതായി കാണുന്നതായിട്ട്. രണ്ടാമത് മനസ്സാന്തരത്തിന്റെ വേറൊരു ഭാഗം എന്ന് പറയുന്നത് തകർന്ന ഹൃദയമാണ്. തകർന്ന ഹൃദയം മനസ്സാന്തരത്തിന് വഴിതെളിക്കും. ആദ്യം ഞാൻ പറഞ്ഞത് കുറ്റം നമുക്ക് അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് വരും. അനുതാപ ഹൃദയവും തകർന്ന ഹൃദയവും രണ്ടാണ്. അനുതാപ ഹൃദയം എന്ന് പറയുന്നത് ഈ കുറവ്, കുറ്റം ദൈവസന്നിധിയിലേക്ക് പറയും. ചിലപ്പോൾ ആ അനുതാപം കൊണ്ട് എല്ലാ ദിവസവും അനുതാപം അനുദപിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാ നിമിഷവും അനുദപിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. വീണ്ടും വീണ്ടും കുറ്റം ചെയ്ത് വീണ്ടും വീണ്ടും അനുദപിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഞാനിവിടെ പറയുന്നത് തകർന്ന ഹൃദയം. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു ഉപമ പറയുന്നു. രണ്ടുപേരുടെ പ്രാർത്ഥനയെ പറ്റിയാണ്. ഒന്ന് ചുങ്കക്കാരൻ, വേറെ ഒന്ന് പരീശൻ. പരീശൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ നീ പറയുന്ന എല്ലാ നിയമങ്ങളും ഞാൻ പാലിക്കുന്നു. ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ നേർച്ച കൊടുക്കുന്നുണ്ട്, സ്തോത്രകാഴ്ച സഞ്ചിന് നല്ല തുകയാണ് ഇടുന്നത്, ഞാൻ എല്ലാ കൺവെൻഷനും ഞാൻ നല്ല സംഭാവനകൾ നൽകുന്നുണ്ട്, ഞാൻ പ്രധാനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാത്തിലും ഞാൻ മുൻപനായിട്ട് നിൽക്കുകയാണ്. അത് തന്നെയുമല്ല, ഈ അപ്പുറത്ത് നിൽക്കുന്ന ഈ ചുങ്കക്കാരന്റെ കൂട്ട് ഞാൻ അങ്ങനെ പിടിച്ചു കൊടുക്കുന്നതില്ല. അവൻ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുവെന്നാണ് ഈ പരീക്ഷന്റെ പ്രാർത്ഥന. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പോകും. ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരും, അല്ലേ? അപ്പുറത്ത് നിൽക്കുന്നവനെ പോലെ അല്ലായിരിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറയും. പക്ഷെ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ശ്രേഷ്ഠമായ പ്രാർത്ഥന. വേദപുസ്തകം കർത്താവിനെ ഓർപ്പിക്കുന്ന ചുങ്കക്കാരൻ മുകളിലോട്ട് നോക്കുവാൻ പോലും അവന് സാധിച്ചില്ല. രണ്ടുപേരും ചെന്ന് നിന്നത് നല്ല കാര്യമില്ല, പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ചെന്നത് ദേവാലയത്തിലാണ്. രണ്ടുപേരും നിന്നത് പ്രാർത്ഥിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുക. പക്ഷെ ചുങ്കക്കാരൻ അവന് മുകളിലോട്ട് നോക്കുവാൻ പോലും പ്രാപ്തിയില്ലാതെ അവന്റെ മാറത്തടിച്ചവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഞാൻ പാപിയാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ഈ ചുങ്കക്കാരൻ പറയാണ്. ഈ മാറത്തടിച്ചു കരഞ്ഞു. തകർന്ന ഹൃദയം ദൈവത്തിന്റെ അത്ഭുത കാര്യങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതായിട്ട്. ഹിസ്കിയാവിന് മരണകരമായ രോഗം പിടിപെട്ടതിനെ പറ്റി യെശയ്യാ പ്രവാചക പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ അടുത്ത് യെശയ്യാവേ എന്ന് പറഞ്ഞ നീ മരിച്ചു പോകുന്നതിന്റെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഹിസ്കിയാവിനെ ഓർപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഹിസ്കിയാവ് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്ന മുഖച്ചോരിനോട് ചേർത്ത് നിന്ന് അവൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ ഓർക്കണം. എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ മനുഷ്യൻ ഹിസ്കിയാവ് ഈ ഭിത്തിയോട് ചേർന്ന് പൊട്ടി കരഞ്ഞ് ദൈവത്തോട് അവൻ പറയുകയാണ്, കർത്താവേ എന്റെ കുറവുകളെ ക്ഷമിച്ച് എന്നെ നീ ശുദ്ധീകരിക്കണം. ഹിസ്കിയാവിനെ വീണ്ടും എത്ര സംവത്സരം നീട്ടി കൊടുത്തു എന്നാണ് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നത്. 15 സംവത്സരം ഹിസ്കിയാവിനെ തുടർന്ന് ദൈവം നീട്ടിക്കൊടുത്തു. തകർന്ന ഹൃദയം മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ ചുങ്കക്കാരനും പരീക്ഷനെ കൂടെ പ്രാർത്ഥിച്ചതിൽ നിന്ന് ചുങ്കക്കാരൻ മനസ്താപമില്ലാതെ നീതീകരിക്കപ്പെട്ടവനായി അവന്റെ ഭവനത്തിലേക്ക് പരീക്ഷന് അടുത്ത ആഴ്ച വീണ്ടും ഇതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവനും ആലോചനയിലേക്ക് പ്രിയപ്പെട്ടവരെ, കുരിശിലേക്കുള്ള പ്രാർത്ഥന വളരെ പ്രസിദ്ധമായ പ്രാർത്ഥന. 2 കള്ളന്മാരും കർത്താവുമായിട്ടുള്ള ഒരേ അകലത്തിലാണ് കഴിയുന്നത്. ഒരേ കാൽവരിയുടെ കുന്നിലാണ് അവർ കുരിശിക്കപ്പെട്ടത്. എന്നാൽ ഒരു കള്ളൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ വലിയ മിടുക്കനല്ലേ, നീ മറ്റുള്ളവരെ വികർപ്പിക്കുന്നവൻ, മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്നവനൊക്കെയാണ്, നീ അതുകൊണ്ട് എന്ത് ചെയ്യണം, എത്രയും വേഗം ഞങ്ങളെ കൂടെ രക്ഷിച്ച് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ആവശ്യം.
പക്ഷെ മറ്റേ കള്ളൻ അവനെ പിന്നെ ശാസിക്കുക, നമ്മൾ സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ക്രിസ്തുവിനെ കുറ്റം പറയുകയാണ്. എന്നിട്ട് ആ കള്ളൻ പ്രാർത്ഥിച്ചതിനാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈ രാവിലെ ദൈവസന്നിധി നമ്മുടെ പ്രാർത്ഥന തകർന്ന ഹൃദയത്തോടെയുള്ളതായ പ്രാർത്ഥനയായിരിക്കും. നമ്മുടെ അനുതാപമുള്ളതായ പ്രാർത്ഥന, മനസ്താപമുള്ളതായ പ്രാർത്ഥന, മനം തകർന്നവരെ രക്ഷിക്കുന്നുവെന്ന് 34-ാമത്തെ ശബ്ദത്തിൽ നാം വായിക്കും. നമ്മുടെ പ്രാർത്ഥന തകർന്ന ഹൃദയത്തോടെയുള്ളതായിരിക്കും. അത് നമ്മെ പുതിയ അനുഭവത്തിലേക്ക്, നമ്മെ രൂപാന്തരത്തിലേക്ക്, നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള പ്രാർത്ഥന. മൂന്നാമത്തേത്, പഴയതിലേക്ക് പോകാതിരിക്കുന്നത് മാനസാന്തരത്തിന്റെ വേറൊരു ഫലം. നാം വായിച്ചതായിട്ടുള്ള ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യത്തിൽ നാം യാക്കോബ് യബ്ബോക്ക് എന്നതായിട്ട് കടവിൽ നിന്ന് അതിന്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിച്ചതായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ രാത്രിയിൽ അവന്റെ ഭാര്യമാരും അവന്റെ കുഞ്ഞുങ്ങളും അവന്റെ ആടുമാടുകളും അവന്റെ കന്നുകാലികളും എല്ലാം വേറൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ദൈവം അവന് കൊടുത്തതായിട്ട് സർവ്വ സമ്പത്തിനെ അവിടെ ഇട്ടുകൊണ്ട് അവന്റെ സകല കൂടെയുള്ളതായ വീരന്മാരും ശൂരന്മാരും ഒക്കെ മാറി നിൽക്കുമ്പോൾ ആ രാത്രി അവൻ തനിച്ചു നിന്ന് ഒരു പുരുഷനുമായിട്ട് പുലരുവോളം മല്ലിട്ടതായിട്ട് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ ഒരു ദൂതൻ എന്നാണ്, ഒരു പുരുഷൻ എന്നാണ് ആ ഭാഗത്ത് നാം വായിക്കുന്നത്. ചിലർ പറയുന്നത് ദൈവത്തിന്റെ ഒരു ദൂതൻ എന്നാണ്. വേറെ ചില വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് ദൂതനുമല്ല, വേറൊരു പുരുഷനുമല്ല, ജഡാവതാരത്തിന് മുമ്പുണ്ടായതായിട്ടുള്ള ക്രിസ്തുവാണ് ഈ മനുഷ്യനുമായിട്ട്, അതായത് യാക്കോബുമായിട്ട് മല്ലെടുക്കുന്നത്. എന്തായാലും യാക്കോബിനെക്കാട്ടിലും ശക്തിയുള്ള, യാക്കോബിനെക്കാട്ടിലും ബലമുള്ള ദൈവത്തിന്റെ ദൂതനാണെങ്കിൽ തീർച്ചയായിട്ടും യാക്കോബിനെക്കാട്ടിലും ബലമുള്ള ഒരാളാണല്ലോ. പിന്നെ എന്താണ് യാക്കോബ് ജയിക്കാൻ കാരണം? ആ ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, പുലരുവോളം അവനെ ജയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് കണ്ട് അവന്റെ എല്ലിന്, തുടയുടെ എല്ലിന് അവൻ തൊട്ടു, അവിടെ ഉളുപ്പുണ്ടായി എന്നാണ് നാം ഓർക്കുന്നത്. അപ്പം യാക്കോബ് ദൈവത്തിന്റെ ദൂതനെക്കാട്ടിലും ശക്തനാണ് കായികമായിട്ട്. എന്താണ് അവിടെ സംഭവം? ദൈവത്തിന്റെ ദാസനായിട്ടുള്ള യാക്കോബ്, നാം ഓർത്തുകൊള്ളണം, ദൈവത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ, നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ, നമ്മുടെ തകർന്ന ഹൃദയത്തിന് മുമ്പിൽ ദൈവവും മുട്ടുമടക്കും. ദൈവത്തെ മുട്ടുമടക്കാനായിട്ടുള്ള പ്രാർത്ഥനയാണ് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. ദൈവം രാപകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദീർഘക്ഷമയുള്ളവനായിരുന്നാലും പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്നതാണ്, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയും. തകർന്ന ഹൃദയവും അനുതാപ ഹൃദയവും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവസന്നിധി ചെല്ലുന്നതാക്കിയ അവസരത്തിൽ യാക്കോബേ, നീ എങ്ങനെയാണ് ജയിച്ചത്? നിന്റെ ആവശ്യവും നിന്റെ കുറ്റബോധവും അത്രയ്ക്ക് മേലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് തൊട്ട് താഴെ 28-ാമത്തെ വാക്യത്തിൽ ഈ ദൂതൻ യാക്കോബിനോട് ചോദിക്കും, നിന്റെ പേരെന്ത്? യാക്കോബ് പറയുന്നു, എന്റെ പേര് യാക്കോബ്. 20 വർഷങ്ങൾക്ക് മുമ്പ് യാക്കോബിനോട് ഇസഹാക്ക് പേര് ചോദിച്ചപ്പോൾ എന്താ യാക്കോബ് പറഞ്ഞു? ഞാൻ നിന്റെ മൂത്ത പുത്രനായിട്ടുള്ള യേശാവാണ്. യാക്കോബാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ യാക്കോബ് ഉഡായിപ്പും, യാക്കോബ് കപടത്തിലും, യാക്കോബിന്റെ ജീവിതത്തിലെ ചതിയും, എങ്ങനെയെങ്കിലും അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ള ചിന്തയും പണം സമ്പാദിക്കണമെന്നുള്ള ചിന്തയും ഒക്കെ അവനെ ബാധിച്ചതായിട്ടുള്ള സമയത്ത് അവൻ പറയുന്നു, ഞാൻ യേശാവാണ്. ഇസ്ഹാക്കിന് കണ്ണു മങ്ങിയിരുന്നത് കൊണ്ട് ഇസ്ഹാക്കിന് ആരാണ് എന്ന് മനസ്സിലാക്കില്ല. പക്ഷേ 20 വർഷങ്ങൾക്ക് ശേഷം 21-ാമത്തെ വർഷം യാക്കോബ് ദൈവത്തിന്റെ ദൂതൻ ചോദിച്ചതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിന്റെ ദൂതനോട് പറയുന്നു, ഞാൻ യാക്കോബ്. ഇതാണ് ദൈവമക്കൾ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതായിട്ടുള്ള നേര് പറയുക, പോഷ്ക്ക് പറയാതെ ഇരിക്കുക, ഉള്ള അവസ്ഥ പറയുക, ഉള്ളത് മാത്രം പറയുക. ദൈവസന്നിധിയിൽ
യാക്കോബിന് പറഞ്ഞേ പറ്റുള്ളൂ. ഇത് ഏശാവല്ല, ഇത് ഇസ്ഹാക്കല്ല, ഇത് റിബേക്കയല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതനാണ് അവനോട് നീ സത്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ യാക്കോബിന്റെ ഈ ഹൃദയം, ഈ മനസ്സാന്തരത്തിന്റെ ഹൃദയം യാക്കോബിനെ വലിയ ഒരാളാണ്. നാമഭാഗത്ത് വായിക്കുന്നുണ്ട്, നിന്റെ പേര് യാക്കോബാണ്, പക്ഷെ ഇന്ന് മുതൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കും. നമ്മുടെ പലരുടെയും പേരുകൾക്ക് ബാക്കിയായിട്ട് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുവാൻ, ബഹുജാതികൾക്ക് പിതാവായിരിക്കാൻ, അനുഗ്രഹമായിരിക്കാൻ, അനേകർക്ക് അനുഗ്രഹമായിരിക്കാനായിട്ട് നമ്മളെ എടുക്കണമെന്നും ഉപയോഗിക്കണമെന്നും ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്നും നമ്മുടെ യാക്കോബിന്റെ ഉടായിപ്പുകളാണ് നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതം. അത് ഉപേക്ഷിക്കാതെ, നമ്മുടെ പേര് ഇതാണെന്ന് പറയാതെ, നാം ആരാണെന്ന് പറയാതെ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാനായിട്ട് പറ്റില്ല. ഇന്ന് ഈ കാലങ്ങളിലൊക്കെ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ് എന്ന് നമ്മൾ ഈ സ്കൂളുകളിലെയും ഒക്കെ ലഹരിക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ഇന്നലെ എപ്പോഴും ഞാൻ ഈ കേരളത്തിന്റെ ഐജി ആയിരുന്നു അലക്സാണ്ടർ ജേക്കബ്, അല്ലേ? അലക്സാണ്ടർ ജേക്കബ് ഒരു ക്രിസ്ത്യനാണ്. അയാൾ ഒത്തിരി പ്രസംഗിക്കാനായിട്ട് പോകുന്നതാണ്. അലക്സാണ്ടർ ജേക്കബിന്റെ പ്രസംഗം ഞാൻ കേട്ടു. അലക്സാണ്ടർ ജേക്കബ് പറയുകയാണ്, കൊച്ചി എറണാകുളം സൈഡിൽ അദ്ദേഹത്തിന്റെ മകളാണോ കൊച്ചുമകളാണോ പഠിക്കുന്നതായിട്ടുള്ള സ്കൂളിൽ കൂട്ടുകാരെല്ലാം ചേർന്ന് എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഐസ്ക്രീം കഴിക്കും. അപ്പൊ കൂട്ടുകാരെല്ലാം കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പം ഇവിടെ വന്ന വീട്ടിൽ പറഞ്ഞു, അപ്പൊ എനിക്കും ഐസ്ക്രീം മേടിക്കാനുള്ള പൈസ തരണം. അപ്പോൾ സന്തോഷമാണല്ലോ, പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് എല്ലാവരും. അതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാനായിട്ടുള്ള പൈസ കൊടുത്തു. അവളും ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി. അപ്പൊ സ്ഥിരം 3 നേരം ഈ ഐസ്ക്രീം കഴിക്കൽ വന്നപ്പോൾ ഈ അലക്സാണ്ടർ ജേക്കബ് സാറിന് ഒരു സംശയം തോന്നി. അയാള് ഈ ലഹരിയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന പോലീസുകാരോട് പറഞ്ഞു, നിങ്ങൾ ചെന്നിട്ട് ഇവിടുന്ന് ഒരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങി ലബോറട്ടറിയിൽ ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. ലബോറട്ടറി ചെക്ക് ചെയ്യാനായിട്ട് കൊടുത്തപ്പോൾ മാരകമായിട്ടുള്ള ലഹരി അടങ്ങിയതായിട്ടുള്ള ഐസ്ക്രീം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്ന സ്കൂളുകളിൽ മറ്റുള്ളവരെന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്നത് കഴിക്കാനായിട്ട് ധൃതി കാണിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ചു കാലം കൂടെ കഴിഞ്ഞ് നമ്മുടെ പിടിയിലല്ലാതെ, നമ്മൾ വിളിക്കുന്നിടത്ത് നിൽക്കാതെ ദിവസവും പിന്നെ അവർക്ക് നമ്മളോ ലഹരി മേടിച്ചു കൊടുക്കേണ്ടതായിട്ട് അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഏതാനും ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഈ നമ്മുടെ ഈ പ്രദേശം മുഴുവൻ സുവിശേഷീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു മകൻ ഇവിടെ കുറച്ചു നാൾ വന്ന് താമസിച്ചത് ഇവിടെ മുൻപിലുള്ള അറിയാവുന്ന സ്ഥലത്തുള്ള അറിയാം. അവനെ പിടിച്ചു കെട്ടിയിട്ടുകൊണ്ടാണ് ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുപോകുന്നത്. കുറച്ചു കാലം ഇവിടെ അദ്ദേഹത്തെ താമസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു. അവർക്ക് മേടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാനായിട്ട് നമ്മൾ അവരുടെ പൈസ കൊടുക്കുമ്പോൾ അവരെന്താണ് വാങ്ങുന്നത് എന്ന് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശ്രദ്ധിക്കും. ഞാനത് പറയാനല്ല വന്നത്. എന്നാൽ ഈ ലഹരികളൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നു. ഈ ലഹരികളൊക്കെ ഈ ചൂണ്ടിനകത്ത് വെച്ച് ചവയ്ക്കുന്നതും കുടിക്കുന്നതും വലിക്കുന്നതുമായിട്ടുള്ള സംഗതികളൊക്കെ ക്യാൻസറും അതുപോലെയുള്ളതായ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറുകളെ നശിപ്പിക്കുന്നു. എന്നാൽ അതിനേക്കാട്ടിലും വളരെ മാരകമായിട്ടുള്ളത് നമ്മുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു കിടക്കുന്നതായിട്ടുള്ള പകയും വിദ്വേഷവും പിണക്കവും സ്നേഹമില്ലായ്മയും ഇണക്കമില്ലായ്മയും ഒക്കെയാണ് എന്ന് ഇന്ന് ഈ രാവിലെ നാം ഇവര് ഓർത്തുകൊള്ളണം. അത് ഈ നമ്മുടെ ശാരീരികമായിട്ടുള്ള ക്യാൻസറിനെക്കാട്ടിലൊക്കെ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഒക്കെ തകർക്കുന്ന കൂട്ടായ്മ ബന്ധങ്ങളെ ഇല്ലാതെയാക്കി തീർക്കുന്ന, ക്യാൻസർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആത്മീയമായ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് സംഗതിയാണ് എന്ന് നാം ഓർത്തുകൊള്ളണം. അത് നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ട്, നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ട് നമ്മൾ കിടന്ന് ഇങ്ങനെ പാട്ട്, പ്രാർത്ഥന, പ്രസംഗം, ധ്യാനം, നോമ്പ്, ഇഷ്ടംപോലെ നമ്മൾ കാണിക്കുന്ന ഈ വേലകളൊന്നും താഴോട്ട് ചേർത്തില്ല. ഇവിടെ രസകരമായ ഒരു അനുഭവം നമുക്കുണ്ടായി. നമ്മുടെ കേബാറിലെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്.
നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മാച്ചന്മാരും നമ്മുടെ ആളുകളും അല്ല, എനിക്ക് നേരമില്ലാഞ്ഞുകൊണ്ട് ഞാൻ പോയില്ല, ഞാനും ചെയ്തതിന് എല്ലാവരും കൂടെ ചേർന്ന് ഈ ഏറെ കയറിയതാണെന്ന് പറഞ്ഞതിനകത്ത് വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് ആറ്റിലെ വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. വെള്ളം ഒഴിച്ച് ആറ്റിൽ വെള്ളം കൂടുന്നതല്ലാതെ നമ്മുടെ ഈ പൈപ്പ് നിറയുന്നുമില്ല, മോട്ടർ എടുക്കുന്നു. നമ്മൾ വിദഗ്ധനായ ഒരാളെ വിളിച്ചെന്ന് കാണിച്ചപ്പോഴാണ് അറിയുന്നത് ഇതിന്റെ ഫുട്ബോളില്ല. ഫുട്ബോൾ കുറച്ചു കാലം മുമ്പേ ഒഴുക്കിൽപ്പെട്ട് അതങ്ങ് പോയി. അതിന്റെ താഴെ മൂന്നാറ്റൂക്കാൻ കണ്ടുകൊണ്ട് കിടന്നു. നമ്മുടെയൊക്കെ ആത്മീയത്തിൽ ഇങ്ങനെ മനസ്സാന്തരമില്ലാത്ത നമ്മളുടെ ജീവിതങ്ങൾ, മനസ്സാന്തരമില്ലാത്ത നമ്മുടെ ശുശ്രൂഷകൾ, മനസ്സാന്തരമില്ലാത്ത നമ്മുടെ പ്രസംഗങ്ങൾ, മനസ്സാന്തരമില്ലാത്ത നമ്മുടെ പ്രാർത്ഥനകൾ, മനസ്സാന്തരമില്ലാത്ത നമ്മുടെ കുടുംബ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കും എന്നുള്ളത് നാം ഓർത്തുകൊള്ളു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഴയതിലേക്ക് പോകാതിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിലേക്ക് നമ്മെ ഓർപ്പിക്കുന്ന ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി. നമ്മുടെ മനസ്സാന്തരമില്ലാത്ത അനുഭവങ്ങളൊക്കെ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, വലിയ നിക്ഷേപങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാൽ അതൊന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനം ചെയ്യത്തില്ല. മറിച്ച് നമ്മെ ഇല്ലാതാക്കുകയും ക്യാൻസർ പോലെ നമ്മെ ക്ഷയിപ്പിക്കുകയും നമ്മുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. നമ്മൾ ചിലപ്പോൾ കൊള്ളാമെന്നും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനകരമാണ് എന്നുമൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്ന, വിശ്വസിപ്പിക്കുന്ന ഒത്തിരി ആത്മീയ പ്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ. ഈയിടെ എൻ്റെ കൂടെ സന്തത സഹചാരിയായി എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി പ്രയോജനപ്പെട്ട എൻ്റെ കൂട്ടുകാരൻ ഈയിടെ എന്നെ ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ അദ്ദേഹത്തെ അറിയാം. എൻ്റെ ഐരൂർ ഇടവകയിലുള്ളതായ ഒരു കാര്യം, എൻ്റെ പ്രായനേക്കാൾ ഒരു വയസ്സിനെ കണ്ടു നമുക്ക് ഈയിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തിരുമേനി നമ്മുടെ ഏരിയയിൽ എവിടെങ്കിലും കിഡ്നി കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അവൻ്റെ 2 കിഡ്നിയും പോയി. ഷുഗർ കൂടിയതാണ്. ഞങ്ങൾക്കൊക്കെ പലർക്കും ഷുഗറുണ്ട്, അതുകൊണ്ട് കിഡ്നി പോകണമെന്നില്ല. പക്ഷെ ഇവനെ പറ്റിയെന്തെന്നറിയാം, ആരോ അവനോട് പറഞ്ഞു ഈ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ഇച്ചിരി പച്ചമരുന്നുകൂടെ കഴിച്ചു. എന്നിട്ട് ആരാണ്ട് പറഞ്ഞു പച്ചമരുന്നുകൂടെ കഴിക്കുന്ന കൂട്ടത്തിൽ ചില ഈ അയമോദകം അത് നല്ല തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കുടിച്ചാൽ ഷുഗർ എല്ലാം കുറയും. ഈ പച്ചമരുന്നും കഴിച്ചു, അയമോദവും കഴിച്ചു, അതിന്റെ കിഡ്നി 2 ഫെയിൽ ആയി. ശാന്തമായുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഇടയിൽ ഇതുപോലെ പച്ചമരുന്നും ഒറ്റമൂലികളാണെന്നൊക്കെ പറഞ്ഞ് നമ്മെ ആത്മീയമായി ഉത്തേജിപ്പിക്കുകയും നമ്മെ ആത്മീയമായിട്ടുള്ള ലഹരിയിൽ ഉണ്ടാക്കിയൊക്കെ തീർക്കുകയും ചെയ്യുന്നുവെന്ന് തോന്നുന്നതായിട്ടുള്ള അനാത്മീയമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകൾ നമ്മൾ തിരിച്ചറിയണം. അത് മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ. മാനസാന്തരം യാക്കോബ് അവന്റെ ജീവിതം ഇസ്രായേലായിരുന്നു. അവൻ അന്ന് വരെ അവനുള്ള പ്രയോജനം മാത്രം. അവൻ ലാബാന്റെ അടുത്ത് എന്ന് പറയുന്നുണ്ട്, ഇനി ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ വീടിന് വേണ്ടി ഞാൻ കരുതും. യാക്കോബ് എന്ന കടവിൽ ഒരു രാത്രി മുഴുവൻ പുലരുമ്പോൾ ഒരു പുരുഷനുമായി ദൈവത്തിന്റെ ദൂതനുമായിട്ട് മല്ലിട്ടതായിട്ട് അവസരത്തിൽ അവൻ യാക്കോബല്ല, അവന് വേണ്ടി കരുതുവാനല്ല, ഇനിയും ഒരു ബഹുജാതികളുടെ നേതാവായി ഇസ്രായേലിൽ വിളിക്കപ്പെടുവാനിടയായി തീർന്ന നമ്മുടെ മാനസാന്തരം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധി നമ്മെ ഏൽപ്പിച്ചു.